ഗവൺമെന്റ് എന്ത് തെറ്റായ നയങ്ങൾ ചെയ്യാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ നിലക്ക് പ്രതിഷേധിച്ച് തന്നെ നിൽക്കും. 10 കൊല്ലമായിട്ട് ഇനി എന്ത് മഴയില്ലെങ്കിലും എന്ത് വേനലുണ്ടെങ്കിലും കട്ടുകൂടെ ഉണ്ടായില്ല. ഞങ്ങളെ എമർജൻസി എന്തായി വാങ്ങിയോ? നിങ്ങളെ എമർജൻസി എന്തായി ഇവിടെ? ഞാനിപ്പോ പഴയതൊക്കെ റീപ്ലേസ് ഒക്കെ ചെയ്തൊക്കെ ടോർച്ച് എമർജൻസി ഒക്കെ. ഇപ്പോൾ കേരളം ഇരുട്ടിലാണ്. 10 വർഷമായിട്ട് കറണ്ട് പോവാത്ത കേരളം ഇപ്പോൾ ഏത് സമയത്തും കറണ്ട് കട്ടാണ്. ഇൻവെർട്ടർ കമ്പനിയുമായിട്ട് എന്തെങ്കിലും ധാരണയായിട്ടുണ്ടോ? ഈ കോൺഗ്രസിന്റെ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്നവർ ഇതൊന്ന് മനസ്സിലാക്കണം. ജനങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് പുതിയൊരു ഗവൺമെന്റിനെ കൊടുക്കുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഞാൻ UDF ആണ്, പക്ഷെ UDF ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ മറിച്ച് ചിന്തിക്കൽ തുടങ്ങിയിരിക്കുന്നു. UDF അധികാരത്തിൽ കയറിയ മുതൽ പവർ കട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ആദ്യം ഇതിനൊരു പരിഹാരം കാണാണ് ആദ്യം വേണ്ടത്. എന്നിട്ടാവാം സൗജന്യ യാത്രകളൊക്കെ. അധികാരം കിട്ടിയാൽ പിന്നെ എന്ത് തോന്നിയാസമാവാം എന്നതിൻ്റെ ഒരു തെളിവാണ്. വീട്ടിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും കട നടത്തുന്നവരാണെങ്കിലും ഇപ്പോൾ ഇരുട്ടിലാണ്. ഇപ്പോൾ ഒരു ഇൻവെർട്ടർ വാങ്ങണം, ബാറ്ററി വാങ്ങണമെന്ന് തോന്നുന്നത്. ഈ ഗവൺമെന്റിന്റെ പോക്ക് എങ്ങോട്ടാണ്? ജനങ്ങളെ പെരുവയിലാക്കി ഇപ്പോൾ കേരളം ഇരുട്ടിലാണ്. സംഭവം ഇന്ദിരാഘട്ട ഏതാ UDFന്റെ ആൾക്കാരൊക്കെ തിരിഞ്ഞു മണ്ടാണ്. ഇന്ദിരാഘട്ടാന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ ഇടതുവശക്കാര് വലിയ വിലക്കൊക്കെ കറണ്ട് വാങ്ങിക്കാണ്ട് കേരളത്തിലെ ജനങ്ങളെയൊക്കെ പറ്റിക്കായിരുന്നു എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ചെറിയ വിലക്ക് ഒരു കറണ്ട് വാങ്ങാൻ തന്നെ 10 കൊല്ലമായിട്ട് ഇനി എന്ത് മഴയില്ലെങ്കിലും എന്ത് വേനലുണ്ടെങ്കിലും കട്ടുകൂടെ ഉണ്ടായില്ല. അപ്പൊ ഇതാണ് കഥ. നാട്ടിലെ അവസ്ഥയാണ് മൊത്തം ഇരുട്ടിൽ മൂടി. പിന്നെ ചുങ്കത്തങ്ങാടിയാണിത്, ആകെ ഇരുട്ടിൽ മൂടി. ഈ ഇൻവെർട്ടറും ഇതൊക്കെ എല്ലാ ആളുകൾക്ക് വലിയ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഏതായാലും ഇൻവെർട്ടർ എമർജൻസിക്കൊക്കെ നല്ല ചിലവേക്കാണ്. അപ്പോൾ ഇന്ദിരാ കട്ട് ഇപ്പോൾ 2-3 മാസം കൊണ്ട് ജനങ്ങൾക്ക് നല്ല മെച്ചാണ്. മൊത്തത്തിൽ കറണ്ട് കട്ട് 1000 ഉറുപ്പ്യ കിട്ടിയെന്ന് പെണ്ണുങ്ങൾക്കൊക്കെ 1000 ഉറുപ്പ്യ കിട്ടിയിട്ട് ആണുങ്ങളെ മേത്തിക്കയറാൻ പോയി എന്ന് പറഞ്ഞത്. ഒരു ലീഗാരൻ പറയണത് അവർക്ക് 1000 കിട്ടിയപ്പോൾ ഒരു നമ്മളെ മേത്തിക്കെടുക്കാൻ വന്നിരുന്നു. ഇപ്പോൾ അത് നിന്നപ്പോൾ പോലെ ഉങ്ക് കുറഞ്ഞു വന്നു. ഓട്ടോറിക്ഷക്കാരൻ എന്താ പറയുക? എന്താണ്? അല്ല പ്രശ്നമല്ല. ഗവൺമെന്റ് ആശുപത്രിയിൽ പിന്നെ സൂചി അടിച്ച് മരിച്ചൽ ഇതൊന്നും വിഷയമല്ല. ആകെ ഒരു 10-90 ഇപ്പൊ പോയി എന്നാ കേൾക്കണത്. ഓട്ടോറിക്ഷക്കാര് കറണ്ടില്ല കുത്തിയേക്കാന്. പുരോഗതി ഉണ്ട് എല്ലാ മേഖലയിലും, സമഗ്ര മേഖലകളിലും പുരോഗതിയാണ്. എന്താ കറണ്ട് കട്ടിനെ പറ്റി പറയാല്? എന്താ പറയാ, നിങ്ങള് പ്രവാസിയാണ്. നിങ്ങള് ഇപ്പൊ കുടിയിൽ ചെല്ലുമ്പോ നിങ്ങൾ എമർജൻസി കൊണ്ടുപോകണോ? വന്നപ്പോ ഇൻവെർട്ടർ വാങ്ങി ഇപ്പൊ വന്നിട്ട് ഞങ്ങളെ എമർജൻസി എന്തായി വാങ്ങിയോ? നിങ്ങളെ എമർജൻസി എന്തായി ഇവിടെ? ഞാനിപ്പോ പഴയതൊക്കെ റീപ്ലേസ് ഒക്കെ ചെയ്തൊക്കെ ടോർച്ച് എമർജൻസി ഒക്കെ. അപ്പൊ വ്യവസായ മേഖലകളില്, ചെറുകിട വ്യവസായ മേഖലകളിൽ അതിന് പുരോഗതി വരുന്നുണ്ടെന്ന് ആൾക്കാർ പറഞ്ഞു. കാരണം ഒത്തിരി എമർജൻസി കാര്യങ്ങളൊക്കെ ഉഷാറായിരുന്നു. കേരളം ഇരുട്ടിൽ. UDF 10 വർഷം, LDF 10 വർഷം ഭരിച്ചിട്ട് ഒരു പവർ കട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. UDF അധികാരത്തിൽ കയറിയ മുതൽ പവർ കട്ടാണ്. ഇതെന്താണ്? ബന്ധപ്പെട്ട ആളുകൾ ഇതിന് പരിഹാരം കാണണം. ഞാനൊരു UDF എന്ന ആൾ നിലക്ക് ഇങ്ങനെ തോന്നിവാസം കാട്ടുന്നത് എന്താണ്? മന്ത്രി എത്രയാണ് ഇൻവെർട്ടർ കമ്പനികളിൽ നിന്നും കോയ വാങ്ങിയത്? ഏതു സമയത്തും കട്ടാണ്, പവർ കട്ട്. കുട്ടികൾക്ക് പഠിക്കാനൊന്നും പറ്റാത്ത രൂപത്തിൽ പവർ കട്ട്. സൗജന്യ യാത്രയല്ല കേരള ജനത ഉദ്ദേശിക്കുന്നത്. സൗജന്യ യാത്രയല്ല, ഇവിടെ പവർ കട്ടാണ്. എന്തിനു UDFനെ അധികാരത്തിലേക്ക് കൊടുന്നു? 10 വർഷമായിട്ട് പവർ കട്ട് ഇല്ലാത്ത കേരളമായിരുന്നു. ഇപ്പോൾ ജനങ്ങൾ വളരെ പവർ കട്ടാണ്. ഏത് സമയത്ത്, രാത്രിയും പകലും പവർ കട്ടാണ്. തീർച്ചയായും ഒരു കോൺഗ്രസ്സുകാരന്റെ വികാരമാണ്. കോൺഗ്രസിലെ ഒന്നടങ്കം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്തിനാണ് ഇവരെ ജയിപ്പിച്ചത്, UDFനെ ജയിപ്പിച്ചത്?
താന്ന് തോന്നിവാസമല്ല ഈ കാണിക്കുന്നത്. വി ഡി സതീശനെ നല്ല ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും വിജയിപ്പിച്ചു പോയത്, അധികാരത്തിൽ വന്നത്. ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി പവർ കട്ട് ഇല്ലാത്ത 10 വർഷം കഴിഞ്ഞു പോയത് ഒരു കോൺഗ്രസ്സുകാരന് ഓർമ്മ വരികയാണ്. ഇപ്പോൾ ഇരുട്ടിലാണ്, ഇരുട്ട്. രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല. കറണ്ട് 10 മണി 12 മണി 1 മണിക്കൊക്കെ കട്ട്. എന്താണ് ചെയ്യേണ്ടത്? ഇതിലും നല്ലത് പിണറായി ഭരണമായിരുന്നു എന്ന് തോന്നുന്നു. എന്ത് പറയുന്നു? തോന്നിവാസം. ഒരു ദിവസം പകല് കട്ട്, രാത്രി കട്ട്, ഫുൾ ടൈം കട്ട്. വെറുതെ വാർത്താ മാധ്യമങ്ങളെ മുന്നിൽ ആളായിട്ട് കാര്യമല്ല. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വണ്ടിയിൽ വന്ന് ആളായിട്ട് കാര്യമല്ല. തോന്നിവാസം ജനങ്ങൾ അനുഭവിക്കുക. മറ്റേത് പിണറായി ആണ്ട് പ്രഖ്യാപിച്ചാമായിരുന്നു. ഇപ്പോൾ ആരോട് പറയും ഈ പ്രശ്നങ്ങൾ? 10,000 ഗ്രൂപ്പും കോൺഗ്രസ്സിൽ, അല്ലാതെ എന്ത് പറയാം? തോന്നിവാസം. ഒരു കോൺഗ്രസ് എന്ന നിലയ്ക്കുള്ള വികാരമാണ് പറയുന്നത്. വളരെ ഇരുട്ടില്ല. കറണ്ട് പോയിട്ട് കുറെ നേരമായി. ഇത് രാവും പാവലും പവർ കട്ടാണ്. ഈ പാവപ്പെട്ടവർക്കാണ് ഇത് ബുദ്ധിമുട്ടേറുന്നത്. സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്നവർക്ക് പ്രശ്നമല്ല. അവർക്ക് സോളാറും കണ്ണിക്കണ്ടതൊക്കെ ഉണ്ട്. പാവങ്ങളെ വോട്ട് വാങ്ങി ഇരുട്ടിലാക്കിയ ഈ കേരളം ആരോട് പറയാനാ? അതൊക്കെ ശരിയാണ്, കുത്തുമ്പ് നോക്കണം എന്നൊക്കെ ശരിയാണ്. പക്ഷെ ഈ കോലത്തിലാവുമെന്ന് വിചാരിച്ചില്ലല്ലോ. നാഥനില്ലാത്ത കളരിയാണ് ഇപ്പോൾ കോൺഗ്രസ്. ലീഗ് വേറൊരു വശത്ത്, ഘടകകക്ഷികൾ ഒന്നും പ്രതിപക്ഷത്തിരിക്കുന്നവർ മുണ്ടാതെ ഇപ്പോൾ ഇങ്ങനെ ഒരു അധികാരം കിട്ടിയപ്പോൾ ജനങ്ങളെ മറന്നിരിക്കുകയാണ്. വളരെ മോശം. ജനങ്ങൾ പെരുവഴിയിലാണ്. ഒരു സൗജന്യ യാത്ര കൊടുത്തതൊന്നും കൊണ്ടൊന്നും കാര്യമില്ല. ആദ്യം വേണ്ടത് നമുക്ക് വെളിച്ചമാണ്. 100 വെളിച്ചം. വെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഏത് ജോലി ചെയ്യാനും പറ്റുള്ളൂ. തിയറിക്കലായിട്ട് വാർത്തകളിൽ തിളങ്ങിയിട്ട് കാര്യമില്ല. ജനങ്ങൾ വികാരം മനസ്സിലാക്കിയിട്ട് വേണം, ജനങ്ങളെ വികാരം മനസ്സിലാക്കിയിട്ട് വേണം ഗവൺമെന്റ് ഇടപെടാൻ. അല്ലെങ്കിൽ ഈ സുഖ സൗകര്യങ്ങളൊക്കെ നാളെ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കണം. ജനങ്ങൾ തിരിച്ചടിക്കും. തൊട്ടടുത്ത സംസ്ഥാനമാണ് തമിഴ്നാട്. എന്താ സ്ഥിതി? ഒറ്റയടിക്കും അറിഞ്ഞില്ലേ? നാളെ യുവാക്കൾ ഇവിടെ വരും. ഇതുപോലെ പോയ 2 കക്ഷികൾക്കും അധികാരം കിട്ടില്ല. കൂടുതൽ വൈകാതെ തന്നെ അത് സംഭവിക്കും. ചുറുചുറുപ്പുള്ള ചെറുക്കന്മാര്, നാടിനോട് ബന്ധം പുലർത്തുന്ന നല്ല ജനകീയമായിട്ടുള്ള ആളുകൾ വരും. എല്ലാ രാഷ്ട്രീയ പാർട്ടിനെയും മാറ്റി നിർത്തിക്കൊണ്ട് തമിഴ്നാട് പോലുള്ള ജനനായകന്മാർ വരും കേരളത്തിലും. അതുവരെ ക്ഷമിക്കല്ലാതെ വേറെ നിവൃത്തില്ല എന്ന് തോന്നുന്നു. കേരളത്തിലെ എല്ലാ കോൺഗ്രസ്സുകാർക്കും ഈ പ്രതിഷേധം ഉണ്ടാവും. അല്ലെങ്കിൽ കേരളത്തിനെ ഇരുട്ടിലാക്കുന്ന ഈ വൈദ്യുതി കട്ട് ആർക്ക് വേണ്ടിയിട്ടാണോ? ഇൻവെർട്ടർ കമ്പനികൾക്ക് വേണ്ടിയിട്ടാണോ? അവരിൽ നിന്ന് എത്ര കോയ വാങ്ങിയെന്ന് വൈദ്യുതി മന്ത്രി വ്യക്തമാക്കണം. തിരക്കിടില്ല. നല്ല വേനൽക്കാലമാണ്, ഈ തിരക്കിടില്ല. കേരളം ഇരുട്ടിലേക്ക്. നിങ്ങൾക്ക് തന്നെ അറിയാം ഈ എത്ര നേരമായി കറണ്ട് പോയിട്ട്. ഈ ലൈവ് തുടങ്ങിയിട്ട് തന്നെ അരമണിക്കൂറിന്റെ മുകളിലായി. ഇപ്പോഴാണ് കറണ്ട് വന്നത്. കറണ്ട് ഇപ്പോഴാണ് വന്നത്. ഏത് സമയത്തും കേരളത്തിൽ പവർ കട്ടാണ്. ഗവൺമെന്റ് എന്ത് തെറ്റായ നയങ്ങൾ ചെയ്യാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ നിലക്ക് പ്രതിഷേധിച്ച് തന്നെ നിൽക്കും. അത് ആരെയും പേടിയില്ല. ജനപക്ഷത്ത് നിന്നുകൊണ്ട് സാധാരണ പ്രവർത്തകൻ നിലക്ക് പ്രതികരിക്കും.